രേഷ്മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമായ നാടൻ പഴംപൊരിയാണ്. അതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 6 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അത് ഞാൻ 2ആയിട്ട് കീറി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ്. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്പം ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്ത് കട്ടയെല്ലാം മാറ്റി കൊടുത്ത് ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് എടുക്കണം. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. ഇനി നമ്മുടെ പഴം ഓരോന്നായിട്ട് മാവിൽ മുക്കിയെടുത്തിട്ട് നമുക്ക് ഈ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം. ഒരുപാട് തീ കുറയ്ക്കാനും പാടില്ല. അങ്ങനെ ഏകദേശം ഒരു സൈഡ് ആയതിന് ഒരു ഗോൾഡൻ നിറം ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഓരോ പഴം എടുത്ത് മാവിൽ മുക്കി നമുക്കിതുപോലെ തന്നെ എണ്ണയിൽ ചേർത്ത് കൊടുത്ത് ഒരു സൈഡ് ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണ് പഴംപൊരി. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം എല്ലാം പറയണം. പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടത്തിൽ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.